77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യ നേടിയ നേട്ടം അഭിമാനത്തോടെ ഓരോ കലാകാരന്മാർക്കും ഇന്ത്യക്കാർക്കും എന്നും ചർച്ച ചെയ്യാം. അതിൽ മലയാള തിളക്കം കൂടി ഉണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ചും വലിയ കാര്യം തന്നെയാണ്. പായൽ കപാടിയ അമരത്തിരുന്നു കൊണ്ട് തന്നെ മോൾഡ് ചെയ്ത് രൂപപ്പെടുത്തിയ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകർക്കും ഏറെ സന്തോഷം നൽകിയപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അതില് അഭിമാന നിമിഷമായത് കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്. രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമായ ഗ്രാൻഡ് പ്രിക്സ് അവാർഡാണ് ചിത്രം ഫിലിം ഫെസ്റ്റിവലിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിതയുടെ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുന്നത്. മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തെയും താരങ്ങളെയും ലഭിച്ച നേട്ടങ്ങളെയും പ്രശംസിച്ച് നിരവധി പേർ രംഗത്ത് വരുമ്പോഴും മലയാളികൾക്ക് അഭിമാനിക്കാൻ കനിയും ദിവ്യപ്രഭയും മാത്രമല്ല, മലയാളികളുടെ മറ്റൊരു പ്രിയ താരവും കൂടി ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു വലിയ സിറ്റിയിൽ ജോലി ചെയ്യുന്ന നേഴ്സായ പ്രഭയും അനുവും അതേ നഗരത്തിൽ ഒരേ മുറിയിൽ ജീവിതത്തെ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തന്നെയാണ് ചിത്രത്തിന്റെ കഥ. പക്ഷേ ഈ കഥയെ അവതരിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ്. സൗഹൃദവും ഏകാന്തതയും അംഗീകരിക്കപ്പെടലും ഒക്കെ വരച്ചു കാണിക്കുന്ന ചിത്രത്തിൽ മനോജ് എന്ന ഡോക്ടർ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് മലയാളികളുടെ പ്രിയ താരം അസീസ് നെടുമങ്ങാട് ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുകയാണ്. മിമിക്രികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും കലാരംഗത്തേക്ക് വരികയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുകയും ചെയ്ത അസീസ് കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിലെ മുഴുനീള കഥാപാത്രത്തിലൂടെ മലയാള മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയായിരുന്നു. കാനിന്റെ തിളക്കത്തിലേക്ക് മലയാളികളുടെ പ്രിയ താരം അസീസ് നെടുമങ്ങാട് എങ്ങനെ എത്തി എന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ താരം തന്നെ അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടൻ ടോവിനോയോട് തന്റെ അടുത്ത പടത്തെ പറ്റി അസീസ് തുറന്നു പറഞ്ഞിരുന്നു. അതൊരു ഹിന്ദി സിനിമയാണെന്നും പായൽ കപാടിയയുടെ ചിത്രമാണെന്നും പറഞ്ഞു. എന്നാൽ അന്ന് തനിക്ക് ആരാണ് പായൽ കപാടിയ എന്നറിയില്ലെന്നും താരം പറഞ്ഞു. ഡോക്ടർ മനോജ് എന്ന കഥാപാത്രത്തിലേക്കുള്ള ഓഡീഷന് തന്നെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇതിനായി 1.5 വർഷമായി അവർ ഓഡീഷൻ നടത്തുന്നുവെന്ന് മറ്റൊരാൾ പറഞ്ഞതോടെ താൻ പോയിട്ട് കാര്യമില്ലെന്ന് അസീസ് മനസ്സിലാക്കി പിന്മാറാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും വിളിച്ചതോടെ തീരുമാനം മാറ്റി ചിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു. തുടർന്ന് തങ്ങൾ മനസ്സിൽ കണ്ടയാൾ തന്നെയാണ് അസീസ് എന്ന് പായൽ കപാടിയ പറഞ്ഞെന്നും താരം പറഞ്ഞു. 2022 പുറത്തിറങ്ങിയ വഴക്ക് എന്ന ചിത്രത്തിൽ ടോവിനോയും അസീസും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അന്ന് കനി കുസൃതിയും അസീസും ഭാര്യ ഭർത്താക്കന്മാരായാണ് അഭിനയിച്ചത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നേടിയെടുത്ത നേട്ടത്തിന്റെ പേരിൽ നിരവധി പേരാണ് താരത്തിനും ആശംസകൾ നേർന്ന് എത്തുന്നത്. എന്നാൽ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ സിനിമാ സംഘത്തിനോടൊപ്പം പോകാനുള്ള ക്ഷണം താരം നിരസിക്കുകയായിരുന്നു. മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായതിനാലും അവിടെ വെച്ച് ഇംഗ്ലീഷിൽ വല്ലതും ചോദിച്ചാൽ ഉത്തരം നൽകേണ്ടി വരുമോ എന്ന് ഭയന്നതിനാലുമാണ് അസീസ് ക്ഷണം നിരസിച്ചത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും ബന്ധം സ്ഥാപിക്കാനും തിരിച്ചറിയപ്പെടാനുമുള്ള അവസരം നഷ്ടപ്പെടുത്തിയെന്ന് താരത്തോട് സങ്കടം പറയുന്നവരുമുണ്ട് ഏറെ.